പ്പെട്ട വാത്സല്യമുള്ള പ്രിയ കുഞ്ഞുങ്ങളെ, പരിശീലനത്തിൽ അവരെ പരിശീലിപ്പിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കള്, മതാധ്യാപകര്, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിശ്വാസ പരിശീലന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഡയറക്ടർ അച്ഛൻ, അസിസ്റ്റന്റ് ഡയറക്ടർ അച്ഛൻ, ഈ പരിശുദ്ധമായ കുർബാനയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല ഞായറാഴ്ച ആശംസിക്കുന്നു. പിതൃദിനമാണിന്ന്. ജന്മം നൽകിയ അപ്പനെ സ്നേഹപൂർവ്വം ഓർക്കാനും പ്രാർത്ഥിക്കാനും മാറ്റിവെക്കപ്പെടുന്ന ഒരു ദിവസം. ഈ കുർബാനയിൽ നമ്മുടെ ഈ അതിരൂപതയിലെ എല്ലാ ദേവാലയങ്ങളെയും, ആ ദേവാലയങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട വികാരിയച്ഛന്മാര്, കൊച്ചച്ഛന്മാര്, സമർപ്പിതര്, വിശ്വാസ പരിശീലകരായിട്ടുള്ള അധ്യാപകര്, അനധ്യാപകര്, മാതാപിതാക്കള്, പരിശീലനം ഏറ്റുവാങ്ങുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും സ്നേഹപൂർവം സമർപ്പിക്കുകയാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ പ്രതിസന്ധിയുടെ നടുവിൽ, ഈ അൾത്താരയിൽ നമ്മുടെ മനസ്സുകളെല്ലാം ഒരുമിച്ചായിരിക്കട്ടെ. നമ്മുടെ കണ്ണീരും പ്രാർത്ഥനയും നിയോഗവും നമ്മുടെ കുഞ്ഞുമക്കളുടെ സ്വപ്നങ്ങളും വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്കൊരുമിച്ച് യാചിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്നാ പിസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീടാ ഒരുമയോടീ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെ അടച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടീ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനോ സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ,
അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യമോർവം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവവും. സൈന്യമെന്നെ വളഞ്ഞാലും വൈരികൾ പിന്തുടർന്നാലും ഭീതിയിലേനിക്കു തെല്ലും ദൈവമാണ് പാലകൻ. നിയതമങ്ങേ വസതിയിൽ കഴിയുവാൻ മോഹം, മധുരമങ്ങേ മഹിമയിൽ മറയുവാൻ ദാഹം. കണ്ണിനങ്ങേ കതിരുകൾ കണ്ടു കണ്ടു മയങ്ങണം. കാതിനങ്ങേ കനിവഴും കഥകൾ കേട്ടു ലയിക്കണം. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവവും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിക്കൊണ്ടിരിക്കുന്നതുമെന്നാൽ നന്ദി പറയുവാൻ ഞങ്ങൾ മറന്നുപോകുന്നതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമീകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ.
ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ഓരോരുത്തരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലിയ കൊറിന്ത്യർക്കെഴുതിയ എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വചനങ്ങൾ ഗുരു ആശീർവദിച്ചാലും. മിശിഹ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അതേസമയം ആത്മീയദാനങ്ങൾക്കായി, പ്രത്യേകിച്ച് പ്രവചനവരത്തിനായി തീഷ്ണതയോടെ ആഗ്രഹിക്കുവിൻ. ഭാഷാപരമുള്ളവൻ മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത്. അവൻ പറയുന്നത് ആരും ഗ്രഹിക്കുന്നില്ല. അവൻ ആത്മാവിനാൽ പ്രചോദിതനായി രഹസ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. നേരെ മറിച്ച് പ്രവചിക്കുന്നവൻ മനുഷ്യരോട് സംസാരിക്കുന്നു. അത് അവരുടെ ഉത്കർഷത്തിനും പ്രോത്സാഹനത്തിനും ആശ്വാസത്തിനും ഉപകരിക്കുന്നു. ഭാഷാപരത്തോടെ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ അഭിവൃദ്ധി കൈവരുത്തുന്നു. പ്രവചിക്കുന്നവനാകട്ടെ സഭയ്ക്കും. നിങ്ങളെല്ലാവരും ഭാഷാപരത്തോടെ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ പ്രവചിക്കുന്നെങ്കിൽ അത് കൂടുതൽ ഉത്തമം. ഭാഷാപരമുള്ളവൻ്റെ വാക്കുകൾ സഭയുടെ ഉത്കർഷത്തിനുതകും വിധം ആരെങ്കിലും വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവനാണ് അവനേക്കാൾ വലിയവൻ. സഹോദരരെ, ഞാൻ ഭാഷാപരത്തോടെ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കലേക്ക് വരികയും എന്തെങ്കിലും വെളിപാടോ വിജ്ഞാപനമോ പ്രവചനമോ പ്രബോധനമോ നൽകാൻ സാധിക്കാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം? വീണ, കുഴൽ മുതലായ അചേതനങ്ങളായ സംഗീത ഉപകരണങ്ങൾ പോലും വ്യതിരിക്തമായ ശ്രുതി പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ അവയുടെ സ്വരങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുമോ? കാഹളധ്വനി അസ്പഷ്ടമാണെങ്കിൽ ആരെങ്കിലും യുദ്ധത്തിന് തയ്യാറാകുമോ? അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യവും. ഭാഷാപരം കൊണ്ട് അവ്യക്തമായി സംസാരിച്ചാൽ ആർക്ക് എന്ത് മനസ്സിലാകും? വായുവിനോടായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത്. അർത്ഥമുള്ള അനേക ശബ്ദങ്ങൾ ലോകത്തിലുണ്ട്. എന്നാൽ ഭാഷയുടെ അർത്ഥം ഞാൻ ഗ്രഹിക്കുന്നില്ലെങ്കിൽ സംസാരിക്കുന്നവനും ഞാനും എനിക്ക് അവനും അന്യനായിരിക്കും. നിങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെ. നിങ്ങൾ ആത്മീയ കാര്യങ്ങളിൽ ഉത്സുകരായിരിക്കുന്നത് കൊണ്ട് സഭയുടെ ഉത്കർഷത്തിനായി യത്നിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സുവിശേഷ ഗീതികൾ പാടാ, യേശുവിൻ സാക്ഷികളാകാ, ലോകത്തിലെങ്ങും പോകാ, നാഥൻ വിളിക്കുന്നു നമ്മെ. സുവിശേഷ ഗീതികൾ പാടാ, യേശുവിൻ സാക്ഷികളാകാ, ലോകത്തിലെങ്ങും പോകാ, നാഥൻ വിളിക്കുന്നു നമ്മെ.
നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. 12-ാം അധ്യായം 22 മുതലുള്ള തിരുവചനങ്ങൾ. വീണ്ടും അവൻ ശിഷ്യരോട് അരുളി ചെയ്തു, അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു ഭക്ഷിക്കുമെന്ന് ജീവനെ പറ്റിയോ എന്തു ധരിക്കുമെന്ന് ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആകുലനാകേണ്ട. എന്തെന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. കാക്കകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവയ്ക്ക് കലവറയോ കളപ്പുരയോ ഇല്ല, എങ്കിലും ദൈവം അവയെ തീറ്റിപ്പോറ്റുന്നു. പക്ഷികളെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ആകുലരാകുന്നത് കൊണ്ട് ആയുസ്സിന്റെ ദൈർഘ്യം 1 മുഴം കൂടി നീട്ടാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും? ഏറ്റവും നിസ്സാരമായി ഇതുപോലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ മറ്റുള്ളവയെ പറ്റി ആകുലരാകുന്നത് എന്തിന്? ലില്ലുകളെ നോക്കുവിൻ, അവ നൂൽ നൂൽക്കുകയോ വസ്ത്രം നെയ്യുകയോ ചെയ്യുന്നില്ല. എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും അവന്റെ സർവ്വമഹത്വത്തിനും അവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ തീയിലെറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇത്രമാത്രം അണിയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം അണിയിക്കുകയില്ല. എന്തു തിന്നുമെന്നോ എന്തു കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട, ആകുലചിത്തരാകുകയും വേണ്ട. ഈ ലോകത്തിന്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, ഇവയെല്ലാം അവയോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട. എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ. പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവിൻ. ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വെക്കുവിൻ. അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയില്ല. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. നമുക്കിരിക്കാം. സ്നേഹബഹുമാനപ്പെട്ട അധ്യാപകര്, അനധ്യാപകര്, പ്രിയ മാതാപിതാക്കള്, കുറെ നാളുകളായി വീടിനെ ദേവാലയമാക്കി വിശ്വാസ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുമക്കള്, കുഞ്ഞുങ്ങൾ ദേവാലയത്തിൽ ഇല്ലാത്തതിൻ്റെ സങ്കടം എല്ലാവർക്കുമുണ്ട്. ഞായറാഴ്ച രാവിലെ ആദ്യത്തെ കുർബാനയൊക്കെ കഴിയുമ്പോൾ ദേവാലയങ്ങൾക്ക് കുറച്ചുകൂടി ജീവൻ വയ്ക്കും. പുസ്തകം കയ്യിൽ പിടിച്ച് നല്ല വസ്ത്രം ധരിച്ച് ഓടി പള്ളിയകത്ത് വന്ന് കുരിശു വരച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പാട്ടുകൾ പാടി പ്രാർത്ഥനകൾ ഒപ്പം ചൊല്ലി ബലിയർപ്പിച്ച് വിവിധങ്ങളായ അധ്യാപകരുടെ മുമ്പിലിരുന്ന് വിശ്വാസ പരിശീലനം സ്വന്തമാക്കി ഈശോയെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുഖങ്ങളൊക്കെ അടുത്ത് കണ്ടിട്ട് കുറേ നാളുകളായി. ഈ പ്രതിസന്ധിയുടെ നടുവിൽ കുഞ്ഞുങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയത്ത് ഈ മഹാമാരി അതിജീവിച്ച് വളരെ വേഗത്തിൽ വീണ്ടും കുഞ്ഞുങ്ങളുടെ ഒച്ചപ്പാടും ബഹളങ്ങളും പ്രാർത്ഥനകൾക്കുമൊക്കെയായി ദേവാലയങ്ങൾ ജീവൻ പ്രാപിക്കുമെന്നുള്ള വലിയ പ്രത്യാശയോടെ നമുക്ക് വീണ്ടും യാത്ര തുടരാം. ഒരു കഥ എൻ്റെ കുഞ്ഞുങ്ങളെ കേൾപ്പിക്കുകയാണ്. അതിതാണ്, 2 കുഞ്ഞുങ്ങളുള്ള ഒരു വീട്. അപ്പൻ കോളേജ് അധ്യാപകനാണ്, അമ്മ വിദേശത്ത് ജോലി ചെയ്യുന്നു, നേഴ്സായി. എല്ലാ ദിവസവും ഈ അമ്മ കുഞ്ഞുങ്ങളെ വിളിക്കും. ഭർത്താവിനോടും മക്കളോടുമൊക്കെ കുറേ നേരം സംസാരിക്കും. അങ്ങനെ ഒരു ദിവസം വിളിച്ചു കഴിഞ്ഞപ്പോ അമ്മ പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളെ കാണാനും ഭർത്താവിനെ കാണാനും അമ്മ അടുത്ത ആഴ്ച വെക്കേഷന് വരികയാണ്. കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് ചോദിച്ചു, ഇളയ കൊച്ചിനോട് ചോദിച്ചു, മോളെ നിനക്കെന്താണ് അമ്മ കൊണ്ടുവരേണ്ടത്? അവള് വലിയൊരു ലിസ്റ്റ് കൊടുത്തു, ഫോറിൻ ചോക്ലേറ്റുകളുടെ. അമ്മ പറഞ്ഞു, വാങ്ങിക്കൊണ്ടുവരാം.
മൂത്ത കൊച്ചിന്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു. മോളെ, മോക്കെന്താണ് അമ്മ വരുമ്പോ കൊണ്ടുവരേണ്ടത്? അവള് ഒന്നും മിണ്ടിയില്ല. വീണ്ടും അമ്മ ചോദിച്ചു, മോള് പറ, മോള് പറയുന്നത് അമ്മയ്ക്ക് സാധ്യമായത് അമ്മ മേടിച്ചു കൊണ്ടുവരാം. കുറച്ചു നേരം ആലോചിച്ചിട്ട് അവള് പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, എൻ്റെ അമ്മ ഇങ്ങ് വന്നിട്ട് പിന്നെ പോകാതിരുന്നാ മതി. എൻ്റെ അമ്മ വെക്കേഷന് വന്നിട്ട് ഇനി തിരിച്ചു പോകാതിരുന്നാ മതി. ഞാൻ ഈ കൊച്ചിന്റെ ഉത്തരത്തെ നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിന്റെ അവസാന ഭാഗം, നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. ഈ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന്റെ നിക്ഷേപവും ഹൃദയവും അമ്മയോടൊത്ത് സഹവസിക്കുന്ന സ്നേഹമാണ്. കൊച്ചിന് വേറെ ഒന്നും വേണ്ട, ഒന്നും സ്വരുക്കൂട്ടാൻ കൊച്ചിന് ആഗ്രഹമില്ല, ഒന്നും വാങ്ങണമെന്ന് കൊച്ചിന് ആഗ്രഹമില്ല. കൊച്ചിനൊറ്റ ആഗ്രഹമേ ഉള്ളൂ, അമ്മയോടൊത്ത് ഇനിയുള്ള നാളുകളിൽ സ്നേഹം കൊണ്ട് ജീവിക്കണം. ഇത് തന്നെയാണ് ക്രിസ്തു പറയുക, നിന്റെ നിക്ഷേപം എവിടെയാണോ അവിടെ നിന്റെ ഹൃദയവും. നീ ജീവന് വേണ്ടി കൊതിക്കണം. മനുഷ്യരൊക്കെ ജീവസന്ധാരണത്തിന് വേണ്ടി കൊതിക്കുകയാണ്. വാങ്ങിക്കൂട്ടാനും സ്വരുക്കൂട്ടാനും മാറ്റിവെക്കാനുമുള്ള ഓട്ടപ്പാച്ചിലാണ് മനുഷ്യര്. അതിനൊക്കെ കുറച്ച് സമയത്തിന്റെ ആയുസ്സേ ഉള്ളൂ. നീ നിന്റെ ജീവന് വേണ്ടി കൊതിക്കണം. നിന്റെ ജീവനാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഈശോ ലൂക്കായുടെ സുവിശേഷത്തിലൂടെ ഈ ഞായറാഴ്ച നമ്മളോട് പറയുന്നു. നമ്മുടെ ജീവനാണ് നമുക്ക് ഏറ്റവും വലുത്. ഈ ജീവൻ എന്താണെന്ന് ചോദിച്ചാല് അത് 31-ാമത്തെ തിരുവചനമാണ്. നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ. ജീവൻ അന്വേഷിക്കുക എന്ന് പറഞ്ഞാല്, ജീവൻ സ്വന്തമാക്കുക എന്ന് പറഞ്ഞാ ഈശോയുടെ രാജ്യം അന്വേഷിക്കുക. ഇനി ഈശോയുടെ രാജ്യം എന്താന്ന് ചോദിച്ചാല് അത് മുമ്പോട്ടേക്ക് ലൂക്കാ സുവിശേഷകം കൊണ്ടുപോയി 17-ാമത്തെ അധ്യായത്തില് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുള്ളതാണ് ഈ സ്വർഗരാജ്യം. നമ്മളെല്ലാവരും ആ രാജ്യത്തിലേക്ക് നമ്മെ തന്നെ യാത്ര ചെയ്ത് അടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. ആ രാജ്യത്തില് നിക്ഷേപം സ്വരുക്കൂട്ടാൻ നമ്മുടെ ജീവിതം ഒരു കാരണമാവുകയാണ്. നമ്മുടെ ജീവൻ അതിനൊരു നിമിത്തമാവുകയാണ്. നമുക്ക് സ്വർഗരാജ്യത്തിൽ നിക്ഷേപം കരുതി കൂട്ടാൻ അത് ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം കൊണ്ടേ നമുക്ക് പറ്റുള്ളൂ. ഇവിടെ നമ്മള് ബാക്കിയെല്ലാം വാങ്ങിക്കൂട്ടും, ഏറ്റവും പ്രധാനമായ നമ്മുടെ ജീവനെ നമ്മൾ മറന്നു കളയുന്നു. ഈ ജീവനാണ് നമുക്ക് പ്രധാനപ്പെട്ടതെന്നും ആ ജീവന്റെ കാവൽക്കാരൻ ഈശോയാണെന്നും നമ്മളെ ഒരിക്കൽ കൂടി ഈ സുവിശേഷത്തിലൂടെ വെളിച്ചം വീശുകയാണ്. ഈശോയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ഈശോയെ സ്വന്തമാക്കാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾ ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുക്കും. അതുകൊണ്ടാണല്ലോ ഇളയ കൊച്ചു ചോദിച്ചത് ഫോറിൻ ചോക്ലേറ്റുകളുടെ ലിസ്റ്റ് അവള് നിരത്തി. ഇപ്പൊ നമ്മളോട് ചോദിച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങളെ വിദേശത്തായിരിക്കുന്ന അപ്പനും അമ്മയും ചോദിച്ച മക്കൾ പറയും. ഇപ്പോഴത്തെ തലമുറയിലാണെങ്കിൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ കൊച്ചുങ്ങൾ പറയും, എനിക്ക് സ്വന്തമായിട്ടൊരു മൊബൈൽ വേണം, ലാപ്ടോപ്പ് വേണം, എനിക്ക് ഈ കാലത്തിൽ ജീവിക്കാനുള്ള സാധനങ്ങളുടെ വലിയ ലിസ്റ്റ് എൻ്റെ കുഞ്ഞുങ്ങൾ കൊടുക്കും. ഇതെല്ലാം വാങ്ങിക്കൊടുക്കുന്ന, ഇതെല്ലാം സ്വന്തമാക്കുന്ന കുഞ്ഞുങ്ങളുടെ മുമ്പിൽ മാതാപിതാക്കളോട് അടുത്ത ചോദ്യം, ദൈവത്തെ കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? ഈ വിശ്വാസ പരിശീലനത്തിന്റെ 12 വർഷം കൃത്യമായ ടൈം ടേബിളും കൃത്യമായ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും കടന്നു പോകുമ്പോ ഇതിന്റെ ഉള്ളിൽ നിന്നിട്ട് ഈ 12 വർഷം കൊണ്ട് ദേവാലയത്തിന്റെ വിശ്വാസ പരിശീലനത്തിന്റെ ഘട്ടം പൂർത്തിയാക്കുന്ന കൊച്ചിന് ദൈവത്തെ സ്വന്തമാക്കാൻ പറ്റിയിട്ടുണ്ടോ? ഈ കാലയളവിൽ വേണ്ടതെല്ലാം വാങ്ങിക്കൊടുക്കുമ്പോഴും മാതാപിതാക്കളാണ് യഥാർത്ഥത്തിലുള്ള അധ്യാപകര്. അവരുടെ അടുത്താണ് മണിക്കൂറുകൾ കുഞ്ഞുങ്ങൾ ചെലവഴിക്കുന്നേ. ദൈവത്തെ കൊടുക്കുന്നുണ്ടോ നിങ്ങള്? അധ്യാപകര് കൂട്ടിച്ചേർക്കുകയാണ്. കൊടുത്തുകൊണ്ടിരിക്കുന്ന ദൈവത്തെ കുറച്ചുകൂടി ആഴത്തില് അധ്യാപകര് ജീവിതത്തിന്റെ അനുഭവം കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നു. അപ്പോഴും കൊച്ചിന്റെ മർമ്മപ്രധാനമായ ലക്ഷ്യം ദൈവത്തെ സ്വന്തമാക്കുക, ജീവനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇന്ന് മലയാള മനോരമ പത്രത്തിന്റെ ഞായറാഴ്ചത്തെ സപ്ലിമെന്റ് ഉൾപേജില് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ച വിജയ് കുര്യനെ കുറിച്ചാണ്. ഈ വിജയ് കുര്യൻ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്.
മനസ്സിൽ വന്ന കൊച്ചു സ്വപ്നം ആകാശത്തോളം മുട്ടിയതിന്റെ കഥ പറയുന്നുണ്ട്. അതിന്റെ അവസാനം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ എന്താ ഉള്ളത്? ഉടനെ അദ്ദേഹം പറയുന്നുണ്ട്, കഠിനാധ്വാനം ചെയ്യുക, റിസ്ക് എടുക്കുക. മൂന്നാമത് അദ്ദേഹം പറയുന്നു, ദൈവാനുഗ്രഹം കൂടെ വേണം. 39 വർഷമായിട്ട് എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോയി ബലി അർപ്പിക്കുന്നുണ്ട്. അതിന്റെ അനുഗ്രഹം ആ മനുഷ്യന്റെ ജീവിതത്തിൽ അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട്. ദൈവം തന്നിട്ടുള്ള, ദൈവം കൊണ്ടു നടത്തിയ വഴികള്, അദ്ദേഹത്തിന്റെ സമ്പത്ത് ഏറ്റവും മർമ്മപ്രധാനമായി ഈ ഭൂമിയിൽ ഏൽപ്പിച്ച ദൗത്യങ്ങൾ പൂർത്തിയാക്കുന്നതിനും അപ്പുറത്ത് ദൈവത്തെ സ്വന്തമാക്കി ദൈവത്തോട് ചേർന്ന് ജീവിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. അവിടെ ആയിരിക്കണം നമ്മുടെ ഹൃദയവും ആത്മാവും നമ്മുടെ നിക്ഷേപവും. ആ സമ്പത്ത് സ്വന്തമാക്കാൻ, ആ സമ്പത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ എൻ്റെ മാതാപിതാക്കൾക്ക് സാധിക്കട്ടെ. അത് പൈസ കൊടുത്ത് വാങ്ങാവുന്നതോ അല്ലെങ്കിൽ പാരമ്പര്യമായി കൈമാറി കിട്ടും അങ്ങനെയൊന്നുമല്ല. അത് ഓരോ മാതാപിതാക്കളും അവരുടെ ഉള്ളിൽ അവരനുഭവിച്ച ക്രിസ്തുവിനെ, അവർ സ്വന്തമാക്കിയ ക്രിസ്തുവിനെ അവരുടെ ജന്മം നൽകിയ മക്കൾക്ക് അനുഭവങ്ങളിലൂടെ പകർന്നു കൊടുക്കുമ്പോൾ അതിന് കുറച്ചുകൂടി അർത്ഥമുണ്ടാകും. കുഞ്ഞുങ്ങൾ നേടിയെടുക്കും പെട്ടെന്ന്. ഇന്ന് പിതൃദിനം, മൊബൈൽ സ്റ്റാറ്റസുകളൊക്കെ അപ്പന്മാരെ കുറിച്ചാണ്. വാഴ്ത്തിപ്പാടലുകളുണ്ട്, ചിത്രങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്, അപ്പനെ നോക്കി പഠിക്കുന്നുണ്ടും. അപ്പൻ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചതിന്റെ ഓർമ്മകൾ മക്കൾ പങ്കുവെക്കുന്ന ദിവസം ഈ അപ്പനിൽ നിന്ന് മക്കളെ സ്വീകരിക്കേണ്ട ഏറ്റവും വലിയ സമ്പത്ത് ഈശോയാണ്. ഈശോയെ സ്വന്തമാക്കുന്നതാണ് എൻ്റെ മക്കളെ നമ്മുടെ ജീവന്റെ നിക്ഷേപം. ഈശോയോട് ചേർന്നിരിക്കുന്നത്. ആ ദൈവരാജ്യം എൻ്റെ മക്കളുടെ ഉള്ളിലുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, നമ്മുടെ യാത്രകളും, നമ്മുടെ പ്രവൃത്തികളും, നമ്മുടെ സമയവും, നമ്മുടെ കഴിവും, നമ്മുടെ സമ്പത്തും നമ്മൾ വിനിയോഗം ചെയ്യുന്നത് ഈ സ്വർഗരാജ്യത്തില് നിക്ഷേപം സ്വരുക്കൂട്ടാൻ, ഈശോയോട് ചേർന്ന് ഈശോയാകുന്ന സമ്പത്തിനെ സ്വന്തമാക്കാനുള്ള ഒരു യാത്രയാണ്. ആ യാത്രയുടെ ഘട്ടത്തിലാണ് നമ്മളെല്ലാവരും. അതൊരു പരിശീലന കളരിയിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയമാണിത്. ഈ മഹാമാരി ഇങ്ങനെ വലയം ചെയ്യുമ്പോഴും ഞാൻ കുർബാനയുടെ ആരംഭത്തിൽ പറഞ്ഞ പോലെ വീടിനെ ദേവാലയമാക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് 1.5 വർഷമായി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എത്രയും വേഗം ഈ മഹാമാരി അല്ലെങ്കിൽ പകർച്ചവ്യാധി അതിജീവിച്ച് ബലിയർപ്പിക്കാൻ ദേവാലയത്തിൽ ഒത്തുകൂടണം എന്നുള്ളത്. ആ ആഗ്രഹം നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ. ആ ആഗ്രഹം അല്പം കൂടി വർദ്ധിക്കട്ടെ. അത് ഈശോയെ സ്വന്തമാക്കാനും നമ്മുടെ ഹൃദയവും ആത്മാവും ദൈവത്തിലേക്ക് നിക്ഷേപിക്കാനും കുറച്ചുകൂടി ദൈവത്തിലേക്ക് നടന്നെടുക്കാനും നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ആ ഒരു ആഗ്രഹത്തോടെയും പ്രാർത്ഥനയോടെയും ഭവനങ്ങളിലായിരുന്നു കൊണ്ട് തുടർന്നുള്ള ബലിയുടെ പ്രാർത്ഥനകളിൽ നമുക്ക് ആഗ്രഹിക്കുകയും യാചിക്കുകയും മാതാപിതാക്കൾ പ്രത്യേകമായി എനിക്ക് കിട്ടിയ വിശ്വാസവും എനിക്ക് കിട്ടിയ കൗതാശിക ജീവിതവും എൻ്റെ മക്കൾക്ക് ദൈവത്തെ കാണാനുള്ള വഴിയാകണമേ എന്ന് യാചിക്കുകയും ചെയ്യാം. ഒരിക്കൽ കൂടി ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും പ്രാർത്ഥനകളും നേരുന്നു. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവെ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭാധ്യക്ഷന പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പോലീത്തായെയും മാർ ആന്റണി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിത രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ധാരാളമായി നൽകി അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദരിദ്രർക്ക് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്നൊളിച്ചത് മിശിഹായെ, സുവിശേഷ ഭാഗ്യങ്ങൾക്കൊത്തവിധം ജീവിച്ചുകൊണ്ട് നിന്റെ സത്യത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹയുടെ മാതൃക അനുസരിച്ച് നിന്നോടുകൂടെ മരിക്കുവാൻ സന്നദ്ധരായ അനേകം മിഷണറിമാരെ ഭാരതത്തിന് നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവിതത്തിലെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രക്ഷോഭിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനേകരുടെ മാനസാന്തരത്തിനു വേണ്ടി നിന്റെ ബലിയോട് ചേർത്ത്
ഞങ്ങളുടെ ജീവിത ബലിയർപ്പിക്കുവാൻ ക്ലേശം അനുഭവിക്കുന്നവർ ശക്തരാകേണ്ടതിന് അങ്ങയുടെ അരൂപിയെ അവർക്ക് നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാന്തരകത്താൽ തിരഞ്ഞെടുത്ത് അങ്ങയുടെ അജഗണമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളെയും മാലിന്യം തുടച്ചുനീക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ ആരാധ്യമായ തൃത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ബലിയർപ്പിക്കുകയും കനിപിടാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ ഈശോയെ, പരിശുദ്ധമായ കുർബാനയില് ഈ അപ്പത്തോടും വീഞ്ഞിനോടുമൊപ്പം ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ അതിരൂപതയിലെ വിശ്വാസ പരിശീലനം നേടുന്ന, വിശ്വാസ പരിശീലനത്തിന്റെ ആദ്യ ദിനങ്ങളിലായിരിക്കുന്ന, ഈ വർഷം വിശ്വാസ പരിശീലനം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്ന എല്ലാ കുഞ്ഞുമക്കളെയും അങ്ങയുടെ തിരുമുമ്പിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. അവരെ പരിശീലിപ്പിക്കുന്ന അധ്യാപകര്, അവരുടെ കൂടെ എപ്പോഴും ആയിരിക്കുന്ന മാതാപിതാക്കള്, ഈ കുഞ്ഞുങ്ങളെക്കുറിച്ച് അവരുടെ മനസ്സിൽ അവർ കാണുന്ന സ്വപ്നങ്ങള്, പ്രതീക്ഷകള്, ഓരോ കുടുംബത്തിന്റെ ആകുലതകള്, കഷ്ടപ്പാടുകള്, ഈ പ്രതിസന്ധിയുടെ നടുവില് ഉത്തരം മുട്ടിപ്പോകുന്ന മനുഷ്യര്, നിരാശ കൊണ്ട് വേദനിക്കുന്നവര്, ഞങ്ങളോട് പ്രാർത്ഥന ചോദിക്കുന്നവര്, ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നവര്, ഈശോയെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെയും നീ രൂപാന്തരപ്പെടുത്തണമേ. സമാധാനവും ശാന്തിയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഈ അതിരൂപത മുഴുവനെയും, പ്രത്യേകിച്ച് വിശ്വാസ പരിശീലന രംഗത്ത് നേതൃത്വം കൊടുക്കുന്ന വൈദികര്, സമർപ്പിതര്, അതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമാതാവാം കന്യാമേരിയേ, സ്നേഹമോടോർത്തിടാ അൾത്താരയിൽ. കന്യാമേരീതൻ ദിവ്യവല്ലഭനേ, വിനയമോടു വാഴ്ത്തിടാം അൾത്താരയിൽ. ഭാരതത്തിൻ ശ്ലീഹയാ മാർത്തോമാ, സാദരം ഞങ്ങൾ നിന്നെ വാഴ്ത്തിയിടുന്നു. സ്നേഹന്മാരെ, ധന്യരക്തസാക്ഷികളെ, ശാന്തി ഭൂവിനു കൈവരാൻ പ്രാർത്ഥിക്കണമേ. മൃതിയടഞ്ഞവരാനന്ദ മഹിമയോടെ ദിവ്യസന്നിധിയാർന്നു കാൻ അണിഞ്ഞിടേണം. കാരുണ്യവാനായ ലോകരക്ഷകനേ, നിത്യശാന്തി അവർക്കു നീ നൽകിടേണം. സർവശക്തനും പിതാവുമായ
ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യമദൃശ്യമായ സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സർവ്വസൃഷ്ടിജാതനും യുവകൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവവും പിതാവിന്റെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീബായിൽ തറക്കപ്പെടുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഒന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈംഗികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനവും മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികീസന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഒരുമിച്ചർപ്പിക്കുന്ന പരിശുദ്ധ കുർബാന അയോഗ്യനും പാപിയുമായ എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനു വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസഭൂമി നമ്മോടുണ്ടാകട്ടെ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയ വിചാരങ്ങൾ, ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയ വിചാരങ്ങൾ. അബ്രാഹാം ഇസ്ഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ, രാജാവേ നിൻ സന്നിധി
അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര, അങ്ങയുടെ മഹത്വമേറിയ പരിശുദ്ധ ത്രിത്വത്തിന്റെ ഏറ്റവും ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങൾ മാലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും രൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലിടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. സൈന്യങ്ങൾ തൻ കർത്താവേ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ. അത്യുന്നതനായ ദൈവമേ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവേ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ. അത്യുന്നതനായ ദൈവമേ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ. മാലാഖവൃന്ദം പാടുന്നു പരിശുദ്ധൻ, മാനവദൂതരും പാടുന്നു പരിശുദ്ധൻ. മാലാഖവൃന്ദം പാടുന്നു പരിശുദ്ധൻ, മാനവദൂതരും പാടുന്നു പരിശുദ്ധൻ. ക്രോവേന്മാർ ശ്രാപ്പേന്മാർ സ്വർഗീയരും ചേർന്നു ഒന്നായി പാടുന്നു ഹോശാന. ക്രോവേന്മാർ ശ്രാപ്പേന്മാർ സ്വർഗീയരും ചേർന്നു ഒന്നായി പാടുന്നു ഹോശാന. ഹോശാന ഹോശാന, കർത്താവാം ദൈവത്തിൻ ഹോശാന. ഹോശാന ഹോശാന, കർത്താവാം ദൈവത്തിൻ ഹോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ വാഴ്ത്തുന്നു. സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായി ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനായി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തി രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു.
ഈ ലോകത്തിൻ്റെ ഓരോ വസ്തുക്കളെ സ്വന്തമാക്കാൻ പരാതികളുടെ പട്ടികകളുമായി ജീവിക്കുന്ന ബലഹീനരായ ഞങ്ങളെ ഓരോരുത്തരെയും തിരുമുമ്പിലേക്ക് ഒരു വട്ടം കൂടി ചേർത്ത് വയ്ക്കുന്നു കർത്താവെ. നേടിയെടുക്കാനുള്ള ഓട്ടപ്പാച്ചിലിൽ ജീവനെ മറന്നുപോകുന്ന മനുഷ്യരാണ് ഞങ്ങൾ. ഞങ്ങളുടെ ജീവനെ കുറച്ചുകൂടി വിശുദ്ധീകരിക്കാൻ, ഞങ്ങളുടെ ഇടയിലുള്ള സ്വർഗരാജ്യം, ആ സ്വർഗരാജ്യത്തിന് ചേരുന്ന ജീവിതത്തെ ക്രമപ്പെടുത്താൻ, ഈശോയാകുന്ന വലിയ സമ്പത്തിനെ നേടിയെടുക്കാൻ ഞങ്ങൾ മറന്നു പോകുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ബുദ്ധിയെ നീ പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾക്ക് കുറച്ചുകൂടി ബലം നൽകണമേ. ഈ ബലിപീഠത്തിൽ ഞങ്ങൾ സമർപ്പിച്ച ഓരോ നിയോഗങ്ങളെയും പിതാവിൻ്റെ പക്കലേക്ക് സമർപ്പിച്ച് രൂപാന്തരപ്പെടുത്തണമേ എന്ന് ആയിരിക്കുന്നിടങ്ങളിൽ കരങ്ങൾ കൂപ്പി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത സ്വർഗത്തിലേക്ക്, ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി സകല മനുഷ്യർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ, ഞങ്ങളെ ജീവിപ്പിക്കും, പരാജിതരാക്കി ബലഹീനമായ മനുഷ്യ പ്രകൃതി നീതിന്റെ സമൃദ്ധമായ അനുഗ്രഹത്തെ മുഖത്തുമണിക്കും സ്തുതിക്കുന്നു. ജീവനമെന്റെ സർവസ്വവും അങ്ങ് ദാനമായി നൽകിയ ദിവസം മുഴുവനും നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, ആഗോള സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ ജോർജ് ആലഞ്ചേരി മെത്രാപ്പോലീത്തായിക്കും അതിരൂപതാധ്യക്ഷനായ ആന്റണി കരിയിൽ മെത്രാപ്പോലീത്തായിക്കും മെത്രാന്മാർക്കും വൈദികർക്കും സമർപ്പിതർക്കും ആത്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, രാഷ്ട്രതലവന്മാർ, ആരോഗ്യ പ്രവർത്തകർ, രോഗി ശുശ്രൂഷയിലായിരിക്കുന്നവർ,
നിയമപാലകർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരും കർഷകരുമായ ഓരോരുത്തർക്കും ഒരു നേരത്തെ ഭക്ഷണത്തിനും വസ്ത്രത്തിനും വേണ്ടി കരയുന്നവരും തെരുവുകളിൽ അലഞ്ഞു തിരിയുന്നവരും മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാത്തവരും ആശുപത്രികളിൽ നിലവിളിക്കുന്നവരും ഏകാന്ത ജീവിതം നയിക്കുന്നവരും ഏകസ്ഥരായി ഭവനങ്ങളിൽ കഴിയുന്നവരും ഈ പകർച്ചവ്യാധിയുടെ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന ഐസൊലേഷൻ വാർഡുകളിലും ഭവനങ്ങളിലും നിരീക്ഷണങ്ങളിലായിരിക്കുന്ന പകർച്ചവ്യാധികളുടെ വേദനയിലായിരിക്കുന്ന ഓരോ പ്രദേശത്ത് ജീവിക്കുന്നവർക്കും വാക്സിൻ സ്വീകരിച്ചവർക്കും സ്വീകരിക്കാൻ ഒരുങ്ങുന്നവർക്കും ഈ പകർച്ചവ്യാധിയിൽ മരണപ്പെട്ടു പോയ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ആത്മാക്കൾക്കും മരണവെപ്രാളത്തിലായിരിക്കുന്നവർക്കും ജീവനും ശ്വാസത്തിനു വേണ്ടി കരയുന്നവർക്കും ഐസിയുകളിലും വെന്റിലേറ്ററുകളിലും കഴിയുന്ന രോഗികൾക്കും ഓപ്പറേഷനുകൾക്ക് വിധേയമാകാൻ ഒരുങ്ങുന്ന എല്ലാവർക്കും മരണം വഴി വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും മരിച്ചു പോയിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും പൂർവികർ ബന്ധുമിത്രാദികൾ സുഹൃത്തുക്കൾ സ്നേഹിതർ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ എന്നിവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്ത ഈ ബലിയിൽ പങ്കുചേർന്നു കൊണ്ടിരിക്കുന്ന അകലങ്ങളിലും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബത്തിനും അതിൽ വസിക്കുന്നവർക്കും വിവാഹ ജീവിതത്തെ സ്വപ്നം കാണുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന വിദേശങ്ങളിലായിരിക്കുന്ന വിദേശത്ത് പോകാൻ ഒരുങ്ങുന്ന പേപ്പർ സംബന്ധമായ തടസ്സങ്ങളിലായിരിക്കുന്ന ബിസിനസ് മേഖലകളിൽ തകർച്ചകളെ നേരിടുന്ന കുടുംബ സമാധാനത്തിനു വേണ്ടി കരയുന്ന ഭവനങ്ങളുടെ നിർമ്മാണത്തിലായിരിക്കുന്ന കടബാധ്യതകളിലൂടെ കടന്നുപോകുന്ന സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന അധ്യയന വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പരീക്ഷകൾക്കായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന എഴുതിയ പരീക്ഷകളുടെ ഫലത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഈ അതിരൂപതയിലെ എല്ലാ ദേവാലയങ്ങളെയും അതിനെ നയിക്കുന്ന നേതൃത്വങ്ങളെയും വിശ്വാസ പരിശീലകരായ അധ്യാപകരെയും അനധ്യാപകരെയും ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും അവരുടെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും സങ്കടങ്ങളെയും അസ്വസ്ഥതകളെയും അടുത്ത മണിക്കൂറിനെ കുറിച്ചുള്ള ഞങ്ങളുടെ ആകുലതകളെയും ഈ ദിവസം മുഴുവന് വേണ്ടി വരാൻ പോകുന്ന ഒരാഴ്ചക്കാലം മുഴുവന് വേണ്ടിയും അയോഗ്യനും പാപിയുമായി എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനും കൃപാധിക്യത്തിനും യോജിച്ച വിധം അങ്ങയുടെ ജനത്തോടും എളിയവനായി എന്നോടും വർത്തിക്കണമേ. എന്റെ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും തക്ക വിധം അങ്ങ് പ്രവർത്തിക്കരുതേ. അങ്ങയുടെ കൃപയാൽ യഥാർത്ഥ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന തിരുശരീരം വഴി ഞാനും ഇവരും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും യോഗ്യരാകുകയും ചെയ്യട്ടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും വിശുദ്ധീകരിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്ക് പാപങ്ങളുടെ മോചനത്തിന് മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്ക് നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിന് കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാപകമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങ് ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദര ഞങ്ങൾ അർപ്പിക്കും. സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട് ദയ തോന്നേണം. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും
ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ജീവനുള്ളപ്പം ഞാനാകുന്നു. എന്നെ ഭക്ഷിക്കുന്നവരും മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. അവർണ്ണനീയമായ ദാനത്തിന് ഈശോയെ അങ്ങേക്ക് സ്തുതി. ആരാധനയെന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്നു. ആരാധനയെന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്നു. ആർദ്രതയോടെന്നും കാക്കും നിന്നിപ്പുകൾ പാടുവതോ പുണ്യം ധന്യമീ ജീവിതം. ആർദ്രതയോടെന്നും കാക്കും നിന്നിപ്പുകൾ പാടുവതോ പുണ്യം ധന്യമീ ജീവിതം. ആത്മനാഥാനിരന്താരാധന, ആത്മജനീകിടും ആരാധന, ആത്മനാഥാനിരന്താരാധന, ആത്മജനീകിടും ആരാധന. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ശരീരം നമ്മുടെ ശരീരത്തോട്, രക്തം നമ്മുടെ രക്തത്തോടും ആത്മന അലിഞ്ഞു ചേരാൻ പോകുന്ന സമയം. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പാം. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ആയിരിക്കുന്നിടങ്ങളിൽ അവർ കരങ്ങൾ കൂപ്പി ഈശോയ്ക്ക് ഒരു നിമിഷം നന്ദി പറയാം. ഒരു ബലി കൂടി നമുക്ക് അർപ്പിക്കാൻ സാധിച്ചതിന്, ആ ബലിയിലൂടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയതിന്, ഒപ്പം നമ്മുടെ കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ, മാതാപിതാക്കളെ അനുസരിക്കാതിരുന്നതും നമ്മളുടേതായ ചില സ്വന്തം ഇഷ്ടത്തിൽ നമ്മളെടുത്ത തീരുമാനങ്ങളും ഈശോയെ നമ്മൾ മറന്നുപോയതും എല്ലാം വാങ്ങിക്കൂട്ടണമെന്നുള്ള നമ്മുടെ ആഗ്രഹവും നമ്മുടെ കൊച്ചു മനസ്സിൻ്റെ സ്വാർത്ഥതകളും നമ്മുടെ പിടിവാശിയും എല്ലാം എൻ്റെ രൂപാന്തരപ്പെടുത്തണമേ. ഞാൻ നിൻ്റെ കുഞ്ഞല്ലേ, എൻ്റെ ഈശോയെ എന്നെ ചേർത്ത് പിടിക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. ഈശോയിൽ നിന്നും ഒരിക്കലും അകന്നു പോകാനിടയാകരുതേ. വലിയ പ്രത്യാശയോടെ ലോകം മുഴുവനും ഈ പ്രതിസന്ധിയും പ്രാർത്ഥനയും എല്ലാ മനുഷ്യരുടെ നിരവധിയായ ആവശ്യങ്ങളോടും യാചനകളോടും ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. പരിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. കർത്താവേ, അങ്ങയുടെ സഹായത്താൽ വിശുദ്ധർ വിശ്വാസത്തിനു വേണ്ടി സമരം ചെയ്ത് വിജയം വരിച്ചു. അങ്ങയുടെ ആത്മസമർപ്പണം അവരെ ധൈര്യപ്പെടുത്തുകയും അങ്ങയുടെ സ്നേഹം അവർക്ക് പ്രചോദനം നൽകുകയും ചെയ്തു. അവരോടുകൂടി ഭാവിജീവിതത്തിന്റെ പ്രത്യാശയിൽ ഞങ്ങൾ പങ്കുചേരുകയും ഭക്ത്യാദരപൂർവ്വം ഈ ദിവസങ്ങളെ സമീപിക്കുകയും ചെയ്യുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യാതിരകത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സുവിശേഷത്തിന്റെ ചൂടും വെളിച്ചവും നമ്മളിലൂടെ പ്രസരിക്കുവാൻ ദിവ്യപ്രേക്ഷിതന്റെ ശരീരരക്തങ്ങൾ നമുക്ക് സ്വീകരിക്കാം. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ. അരൂപിയിൽ ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ ഈശോയെ,
അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. അങ്ങ് അരൂപിയിൽ ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. ഇനി ഒരു നാളും അങ്ങ് എന്നിൽ നിന്ന് വേർപിരിയരുതേ. ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യകാരുണ്യമേ. അൾത്താരയിൽ നിന്നും ആത്മാവിലേക്കൊരു തീർത്ഥയാത്രയാ അത്യുന്നത ദൈവം അപ്പമായി എന്നെ തേടിയെഴുന്നള്ളുന്നതും അൾത്താരയിൽ നിന്നും ആത്മാവിലേക്കൊരു തീർത്ഥയാത്രയാ അത്യുന്നതൻ ദൈവം അപ്പമായി എന്നെ തേടിയെത്തിയിടുന്നിതാ. ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യകാരുണ്യമേ. നിത്യപുരോഹിതനായ ഈശോ അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുനീതിയിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസത്തോറും പഠിക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയിരുത്തി രക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമാങ്ങിയ പൗരോഹിത്യത്തിന്റെ മഹിമനിർവചിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരുടെ ലോകാന്തരങ്ങളിൽ സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇതിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരിധിത സ്വഭാവത്തിന്റെയും മുകളുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ അങ്ങേ വൈദികരെ വിദ്യാർത്ഥികളെ ശുദ്ധീകരിക്കണം. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇന്നേ ദിവസം അതിരൂപതയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ ബലി അർപ്പിക്കാൻ അച്ഛനകം സെന്റ് ആന്റണീസ് ദേവാലയം തെരഞ്ഞെടുത്ത അതിരൂപതയിലെ വിശ്വാസ പരിശീലനത്തിന്റെ ഡയറക്ടർ പെരിയ ബഹുമാനപ്പെട്ട പീറ്റർ കണ്ണമ്പുഴ അച്ഛനോടും മാധ്യമങ്ങളിലൂടെ ഇത് രൂപത മുഴുവനും എത്തിക്കാൻ അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ ഡിബിനച്ചനോടും അതിരൂപത കാറ്റഗിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മുഴുവനോടും ഈ ഇടവക സമൂഹത്തിന്റെ ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദിയും നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും വിശുദ്ധ അന്തോണീസിന്റെ ശക്തിയേറിയ മാധ്യസ്ഥവും ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു. സമാപന പ്രാർത്ഥനകൾ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദിവ്യരഹസ്യങ്ങളിലൂടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവർണ്ണനീയമായ ദാനത്തെക്കുറിച്ച് നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും സ്വർഗവാസികളോടുകൂടി അങ്ങേ പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ എന്നേക്കും. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ മിശിഹായെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവുമായ ദിവ്യരഹസ്യങ്ങൾ വഴി കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി നിനക്ക് വിധേയരായി ജീവിക്കുവാനും പ്രത്യാശയോടെ നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവാനും സ്നേഹത്തിന്റെ സത്ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. മാമോദീസ വഴി നീയാൻ ദൈവം നൽകി നവജീവൻ ദാനവരങ്ങളിൽ അഖിലേശൻ പങ്കാളികളാ തീർത്തല്ലോ. തിരുവചനത്താൽ കനിവോടെ ധന്യത നൽകി ലോകത്തിൽ സുവിശേഷത്തിൽ സാക്ഷികളാ ജീവിത വീതി നീങ്ങിടുവിൻ. വിശ്വാസത്തിലധിഷ്ഠിതമാ നല്ല കുടുംബം തീർത്തെന്നും സഭയുടെ നിസ്തുല ചൈതന്യം പാരിതിനെല്ലാം നൽകിടുവിൻ. രക്ഷക കൃപയും താതൻ സ്നേഹവും ഒപ്പം റൂഹാദൻ സഹവാസവുമുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. അങ്ങ് ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. എന്റെ ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമ്പോൾ എന്നറിഞ്ഞുകൂടാ. ഈശോയുടെ തിരുഹൃദയ വണക്കമാസ ജപം. ഈശോയുടെ ദയ നിറഞ്ഞ ഹൃദയമേ, എന്റെ ആശ്വാസമേ, എന്റെ ധനമേ, സ്വർഗവാസികളൊക്കെയോടും കൂടെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. എന്റെ ശക്തിക്കൊക്കെയും കൂടെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. നാഥ, അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ജീവിക്കുന്നതിനും അങ്ങേക്ക് വേണ്ടി സമസ്തവും ഉപേക്ഷിക്കുന്നതിനും അനുഗ്രഹം ചെയ്യണമേ. സ്നേഹരാജനായ ഈശോയെ, അങ്ങേക്ക് എൻ്റെ നേരെയുള്ള സ്നേഹം എത്രമാത്രമെന്ന് മനസ്സിലാക്കുന്നതിനും അങ്ങേ ഉപദ്രവിച്ചിടത്തോളമെങ്കിലും അങ്ങേ സ്നേഹിക്കുന്നതിനും മറ്റുള്ളവരെ അങ്ങേ സ്നേഹം നിറഞ്ഞ ഹൃദയത്തിലേക്ക് ആകർഷിക്കുന്നതിനും അനുഗ്രഹം നൽകണമേ. സുഹൃത ജപം. ഈശോയുടെ ദിവ്യഹൃദയമേ, ഈശോയുടെ ദിവ്യഹൃദയമേ, എന്റെ മേൽ കൃപ ചെയ്യണമേ. എന്റെ മേൽ കൃപ ചെയ്യണമേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എത്രയും ദയയുള്ള മാതാവേ, നിൻ സംഗീതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ഒരു നാളും കൈവിടില്ലല്ലോ തായേ. എത്രയും ദയുള്ള മാതാവേ, ശരണം ഗമിപ്പൂ നിൻ തൃപ്പാദത്തിൽ. കരുണതൻ നിറകുടമാകുമമ്മേ, ശരണം ഗമിപ്പൂ നിൻ തൃപ്പാദത്തിൽ. കരുണതൻ നിറകുടമാകുമമ്മേ, കനിവോടെ ഇവരെ നീ കാക്കണമേ. കന്യകമാരുടെ റാണി നീ, എത്രയും ദയുള്ള മാതാവേ, നെടുവീർപ്പും കണ്ണീരും കൈമുതലായി അലയുമീ പാപികൾ തനയരല്ലോ.
നെടുവീർപ്പും കണ്ണീരും കൈമുതലായി അലയുമീ പാപികൾ തന